ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, നിങ്ങളുടെ സിലബസിലെ ഓരോ ടോപ്പിക്സിൽ നിന്നുകൊണ്ട് തന്നെ തയ്യാറാക്കിയ ഈ ടോപ്പിക് എക്സാം ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ സർക്കാർ ജോലി ഇനി നിങ്ങളെ തേടിയെത്തും. PSCയുടെ അതേ നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഈ ടോപ്പിക് എക്സാം ബുക്ക് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി PSCയുടെ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ ഒരു ഭാഗമാണ്. ഓക്കെ, ഫിസിക്സിലെ ചലനം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ പരീക്ഷക്കും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചലനം. അല്ലെ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു പരീക്ഷ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം ഡാഷ് ആണ്. ഓക്കെ, അപ്പം ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം ഡാഷ് ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ എ സമപ്രവേഗം, ഓപ്ഷൻ ബി ത്വരണം കൂടുന്നു, ഓപ്ഷൻ സി സമത്വരണം, ഓപ്ഷൻ ഡി ത്വരണം കുറയുന്നു. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ സി സമത്വരണമാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ സി സമത്വരണമാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. അതായത് നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇത് ആര് കൊണ്ടുവന്ന തിയറിയാണ്, അല്ലെങ്കിൽ ആര് പറഞ്ഞതാണ്? നമ്മുടെ ഗലീലി പറഞ്ഞതാണ്. ഇത് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം സമത്വരണത്തിലായിരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ ഗലീലിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡാഷ്. ഓക്കെ, അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡാഷ്. ഓപ്ഷൻ എ ദൂരം, ഓപ്ഷൻ ബി ദോലനം, ഓപ്ഷൻ സി ത്വരണം, ഓപ്ഷൻ ഡി സ്ഥാനാന്തരം. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അതായത് ഒരു ദൂരത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അവസാനത്തെ സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് എന്ത്? ഓപ്ഷൻ ഡി സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി സ്ഥാനാന്തരമാണ്. ദൂരം എന്തല്ല, അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ ഒരിക്കലും ദൂരം എന്ന് പറയില്ല. ദൂരം എന്ന് പറയുമ്പോൾ ആകെ ആ ഒരു വസ്തു സഞ്ചരിച്ച, അല്ലെ, ആകെ വസ്തു സഞ്ചരിച്ചതാണ് നമ്മൾ ദൂരമായിട്ട് പറയാം. പക്ഷെ ആ വസ്തു ആദ്യവും അവസാനവും നിന്നെടുത്തുന്നുള്ള വ്യത്യാസമാണ് നമ്മൾ സ്ഥാനാന്തരമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പര പ്രവൃത്തിയിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പരസ്പര പ്രവൃത്തിയിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓപ്ഷൻ എ സിഗ്നോളജി, ഓപ്ഷൻ ബി ട്രൈബോളജി, ഓപ്ഷൻ സി ടൈപ്പോളജി, ഓപ്ഷൻ ഡി ട്രോഫോളജി. ഏതാണ് ആൻസർ ആയിട്ട് വരിക? നമ്മൾ പഠിച്ചതാണ് അല്ലെ, പരസ്പര പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത്? ട്രൈബോളജി. ഓക്കെ, രണ്ട് പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ട്രൈബോളജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ കമ്പനം, ഓപ്ഷൻ ബി ഭ്രമണം, ഓപ്ഷൻ സി പരിക്രമണം, ഓപ്ഷൻ ഡി ത്വരണം. ഓക്കെ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. SCERTയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ കമ്പനം. അല്ലെ, ദോലനങ്ങൾ ദ്രുതഗതിയിലാകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കമ്പനം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ കമ്പനം. ഇനി എന്താണ് ദോലനം എന്ന് പറയുന്നത്? അറിയാലോ, ഒരു ബിന്ദുവിനെ ആധാരമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ചലനത്തെയാണ്, ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയാ? ദോലനം എന്ന് പറയാ. അത് ദ്രുതഗതിയിലാണെങ്കിൽ അത്തരം ദോലനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് കമ്പനം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടനെ ഓട്ടം നിർത്താൻ സാധിക്കില്ല. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ചലന ജഡത്വം, ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം, ഓപ്ഷൻ സി സന്തുലിത ബാഹ്യബലം, ഓപ്ഷൻ ഡി അസന്തുലിത ബാഹ്യബലം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടനെ ഓട്ടം നിർത്താൻ സാധിക്കില്ല, കാരണം എന്ത്? ഓക്കെ, ഓപ്ഷൻ എ ചലന ജഡത്വം, ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം, ഓപ്ഷൻ സി സന്തുലിത ബാഹ്യബലം, ഓപ്ഷൻ ഡി അസന്തുലിത ബാഹ്യബലം. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഏതാണ്? ഓപ്ഷൻ എ ചലന ജഡത്വമാണ്. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ ചലന ജഡത്വം എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക എന്നുള്ളത് ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടനെ ഓട്ടം നിർത്താൻ സാധിക്കില്ല. അതായത് ആ ഒരു വസ്തു, അത്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി
ചലനത്തിലാണ് അല്ലെ. ചലനത്തിലായിട്ടുള്ള ഒരു വസ്തു പെട്ടെന്ന് നിർത്താൻ സാധിക്കാത്തത് ഏത് ജഡത്വത്തിന് ഉദാഹരണമാണ്? ചലന ജഡത്വത്തിലാണ്. അപ്പൊ ചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ ജഡത്വം പറയുകയാണെങ്കിൽ അത് ചലന ജഡത്വമാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ചലന ജഡത്വമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി മീറ്റർ സെക്കൻഡ്, ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ഡി മീറ്റർ സെക്കൻഡ് സ്ക്വയർ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മന്ദീകരണം എന്ന് പറഞ്ഞാല് റിട്ടാർഡേഷൻ എന്ന് പറയും അല്ലെ. റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയാ? മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയാം അല്ലെ. നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ കൂടി അത് ആക്സിലറേഷൻ തന്നെയല്ലേ? ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷന്റെ യൂണിറ്റും ഏതാ തന്നെയാണ് വരിക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് വരിക അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ മന്ദീകരണത്തിന്റെ യൂണിറ്റും ആക്സിലറേഷന്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയി വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. അപ്പൊ അതിന്റെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും? ആക്സിലറേഷന്റെ യൂണിറ്റ് തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായി യോജിപ്പിക്കുക. മൂന്ന് പ്രസ്താവന അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 1 ഒന്നാം ചലന നിയമം, 2 രണ്ടാം ചലന നിയമം, 3 മൂന്നാം ചലന നിയമം. ഇനി നോക്കൂ. ഓപ്ഷൻ എ v square is equal to u square plus 2as. Option B s is equal to ut plus half at square. Option C v is equal to u plus at. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1A 2B 3C, ഓപ്ഷൻ ബി 1C 2B 3A, ഓപ്ഷൻ സി 1B 2A 3C, ഓപ്ഷൻ ഡി 1C 2A 3B. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ ശരിയായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിൽ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഒന്നാം ചലന നിയമം എന്ന് കൊടുത്തിട്ടില്ലേ, അവിടെ അത് ഒന്നാമത്തെ നമ്പർ ആണ്. അപ്പൊ അതിന് നേരെ വരുന്നത് ശരിയായി വരുന്നത് ഏതാണെന്ന് നോക്കാം. ഒന്നാം ചലന നിയമം ഏതാണ്? v is equal to u plus at. അപ്പൊ 1C ആണ് വരിക അല്ലെ. ഇനി രണ്ടാം ചലന നിയമം 2 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാം ചലന നിയമം ഈ ABC ഏതാണ് വരിക നോക്കുക. ഏതാണ് രണ്ടാം ചലന നിയമം? s is equal to ut plus half at square. അപ്പൊ 2B ആണ് വരിക. ഇനി മൂന്നാം ചലന നിയമം, മൂന്നാം ചലന നിയമം ഏതാണ്? 3 എന്ന നമ്പർ കൊടുത്തിട്ട് മൂന്നാം ചലന നിയമം നമ്മൾ കണ്ടെത്തുമ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. v square is equal to u square plus 2as. അപ്പൊ 3A. അപ്പൊ നമ്മുടെ 1C 2B 3A എന്നുള്ള ആൻസർ താഴെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഉണ്ടോ? യെസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി 1C 2B 3A. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഒന്നാം ചലന നിയമം ഓപ്ഷൻ സി ആണ് വരിക. രണ്ടാം ചലന നിയമം ഏതാ വരിക? ബി ആണ് വരിക. മൂന്നാം ചലന നിയമം എ അല്ലെ. അതായത് ഒന്നാം ചലന നിയമം v is equal to u plus at, രണ്ടാം ചലന നിയമം s is equal to ut plus half at square, മൂന്നാം ചലന നിയമം v square is equal to u square plus 2as. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? ഓക്കെ, അതായത് ആക്സിലറേഷന് കാരണമാകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ താഴെ 3 സന്ദർഭങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആക്സിലറേഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ആക്സിലറേഷന് ഉണ്ടാകുന്ന ചലനങ്ങൾ താഴെ പറയുന്നവയിൽ 3 ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3 നോക്കാം. ഒന്നാമത്തത് തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. 2 ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്. 3 ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനം. ഇതിൽ ഏത് സന്ദർഭത്തിലാണ് ത്വരണം ഉണ്ടാകുന്ന സന്ദർഭം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ. തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. എന്തായാലും എന്തുണ്ടാകും? തെങ്ങിൽ നിന്നും ഒരു തേങ്ങ ആയാലും മാങ്ങ ആയാലും എന്ത് പതിക്കുമ്പോഴാണെങ്കിലും സ്പീഡ് കൂടും. താഴേക്ക് എത്തുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. അതുകൊണ്ട് തന്നെ എന്താണ്? വെലോസിറ്റി കൂടുക എന്നാണ് നമ്മൾ പറയാം അല്ലെ. അപ്പൊ വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടും. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അപ്പൊ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ ത്വരണത്തിലെ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് ത്വരണം അവിടെ ഉണ്ടാകും, അതായത് ആക്സിലറേഷൻ അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് നമ്മുടെ ആൻസർ എന്താണ്? ത്വരണം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഒന്നാമത്തെ സന്ദർഭം. ഇനി രണ്ടാമത്തെ നോക്കൂ. ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്. ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്ന ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ വെലോസിറ്റി കുറഞ്ഞാണ് വരിക അല്ലെ. വെലോസിറ്റി കുറയുക എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്, അതായത് വെലോസിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നതും ത്വരണം ഉണ്ടാകുന്ന സന്ദർഭത്തിന് ഉദാഹരണമാണ്. അപ്പൊ അത് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഇനി മൂന്നാമത്തെ സന്ദർഭം നോക്കൂ. ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനം. ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനം എന്തായിരിക്കും അവസ്ഥ? അതായത് ആ ഒരു ബോൾ എന്ത് ചെയ്യും?
താഴോട്ട് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരും അല്ലെ. ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ വെലോസിറ്റി കൂടുക എന്ന് മാത്രമേ അവിടെ മാറ്റമുള്ളൂ. പക്ഷെ അവിടെയും വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തിന് കാരണമാകുന്നു? ആക്സിലറേഷന് കാരണമാകുന്നു, അല്ലെങ്കിൽ ത്വരണത്തിന് കാരണമാകുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ സന്ദർഭവും ത്വരണം ഉണ്ടാകുന്ന ഒരു സന്ദർഭം തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? 1, 2, 3 ഓപ്ഷൻസ് വരുന്ന ഒരു ആൻസർ ആണ് നമ്മൾക്ക് വരിക അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ഡി 1, 2, 3 അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്, നല്ലോണം ശ്രദ്ധിക്കണം. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, മാറ്റത്തിനുള്ള വിമുഖത ജഡത്വം എന്നറിയപ്പെടുന്നു. 2, മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കുറയുന്നു. 3, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അങ്ങനെ 3 പ്രസ്താവനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. മാറ്റത്തിനുള്ള വിമുഖത ജഡത്വം എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? അതായത് ഒരു വസ്തുവിനെ അതിന്റെ അതേ അവസ്ഥയിൽ നിന്ന് മാറാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാത്തതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ജഡത്വം എന്ന് പറയാ അല്ലെ. അപ്പൊ മാറ്റത്തിനുള്ള വിമുഖത എന്താണ്? ജഡത്വം എന്നറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ നോക്കൂ. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കുറയുന്നു. ആണോ? അല്ല. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു എന്നാണ് പറയാ അല്ലെ. അതായത് ഇപ്പൊ ഒരു ആനയെ നോക്കുകയാണെങ്കിൽ അതിന് മാസ് കൂടുതലാണ്. മാസ് കൂടുന്നത് കൊണ്ടാണ് അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഒരു ഭാഗത്തേക്ക് തിരിയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെ ഡയറക്ഷൻ മാറ്റാനോ ഒന്നും കഴിയാത്തതിന്റെ റീസൺ എന്താണ്? അതിന് മാസ് കൂടുതലാണ്. അപ്പൊ ജഡത്വം കൂടുതലാണ്. അപ്പൊ പെട്ടെന്ന് അതിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് മറ്റൊരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ അതിന് കഴിയില്ല. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ആണോ? അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു ചലനത്തിലാണെങ്കിൽ അത് ചലനത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പെട്ടെന്ന് നിർത്താൻ സാധിക്കാത്തത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. കാരണം അത് ചലനത്തിലുള്ള വസ്തുവിനെ നിർത്താൻ സാധിക്കാത്തതാണ്. ഇനി നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനാണ് നമുക്ക് കഴിയാത്തതെങ്കിൽ അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പം നേരത്തേക്ക് കറങ്ങുന്നത് എന്ന് പറയുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനെ നമ്മൾ ഓഫ് ചെയ്തു, വീണ്ടും അത് കറങ്ങുന്നത്. അപ്പൊ അത് ചലനത്തിലല്ലേ? അപ്പൊ അത് ചലന ജഡത്വത്തിന് ഉദാഹരണമാവേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് എന്നാണ്. അപ്പൊ അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? 2, 3 എന്നുള്ള ഓപ്ഷൻ താഴെ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ എ 2 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ബി 2, 3. യെസ്, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ ബി 2, 3 എന്നിവ തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമത്തിന് ഉദാഹരണമാണ്? ന്യൂട്ടന്റെ എത്രാം ചലന നിയമത്തിന് ഉദാഹരണമാണ് റോക്കറ്റിന്റെ ചലനം അല്ലെങ്കിൽ റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 1-ാം ചലന നിയമം, ഓപ്ഷൻ ബി 3-ാം ചലന നിയമം, ഓപ്ഷൻ സി 2-ാം ചലന നിയമം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ബി 3-ാം ചലന നിയമം അല്ലെ. നമുക്കറിയാവുന്നതാണ് ഇഫ് there is an action there is a equal and opposite reaction എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് താഴെ ആ ഫയർ വരുമ്പോൾ അതേ ആക്ഷൻ അവിടെ കൊടുക്കുന്നതുകൊണ്ട് റിയാക്ഷൻ ആ ഫ്ലോർ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്? റോക്കറ്റ് മുകളിലേക്ക് കുതിക്കാൻ കാരണം. അപ്പൊ അത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി 3-ാം ചലന നിയമത്തിന് ഉദാഹരണം.